കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ് നീളുക തന്നെയാണ്. നിയമസഭാ കക്ഷിയോഗത്തിന്റെ സമയം മാറ്റിയേക്കും. ദീപാദാസ് മുൻഷിയോട് ഡൽഹിയിൽ തുടരാൻ ആണ് നിർദ്ദേശം. നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷി നേതാക്കളോട് തലസ്ഥാനത്തെത്താൻ ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമയം തേടി. ലോക് ഭവനുമായി ബന്ധപ്പെട്ട് ഗവർണർ ലഭ്യമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ബിനിൽ ലീല സാബുവും ശരത് ലാലും ചേരുന്നു. ബിനിൽ തിരുവനന്തപുരത്ത് നിന്നാണ്, ശരത് ഡൽഹിയിൽ നിന്നാണ്. ആദ്യം ബിനിലേക്ക് പോകാം. ബിനിൽ, ഇതിപ്പോൾ ഇന്ന് പ്രഖ്യാപനമുണ്ടാകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതിനുള്ള കാരണങ്ങളുമുണ്ട്. ഇന്നലെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്ന കാര്യം ഏതാണ്ട് നേതാക്കളെല്ലാം ഉറപ്പിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യോഗങ്ങളും മറ്റുമൊക്കെ ആയിട്ട്? സനീഷ, നമുക്ക് ഇന്നലെ രാത്രി ഉറപ്പിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ രാവിലെ പറയുമ്പോഴും ഉച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ അതിൽ പ്രഖ്യാപനം ഉണ്ടാകും. അതിൽ പ്രഖ്യാപിച്ച ശേഷം അതിൽ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം തേടും എന്നുള്ളതായിരുന്നു നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിൻ്റെ സമയം മാറ്റിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദീപാദാസ് മുൻഷി ഇതിൽ പങ്കെടുക്കണം. പക്ഷേ ദീപാദാസ് മുൻഷി ഇപ്പോൾ ഡൽഹിയിൽ തുടരാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ കത്ത്, അതായത് ഒറ്റ പേരെഴുതിയ കത്ത് ദീപാദാസ് മുൻഷിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ വിമാനത്തിൽ ആശങ്കയില്ല. നേരത്തെ അവർ ഏകദേശം ഒരു 11 കൂടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് 4 മണി ആയേക്കും എന്നാണ് അറിയുന്നത്. പ്രത്യേകം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇവിടേക്ക് എത്തിയേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഇതിൽ ആരുടെ പേരായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാം. ഡൽഹിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. തുടക്കത്തിൽ KC വേണുഗോപാൽ, അദ്ദേഹത്തിനായിരുന്നു MLA-മാരുടെ കൂടുതൽ പിന്തുണയെങ്കിൽ സംസ്ഥാനത്ത് ഒരു കലുഷിത സാഹചര്യമായിരുന്നു. VD സതീശിന് വേണ്ടി ഒരു പൊതു ജനങ്ങൾ, അതായത് അണികൾ സജീവമായി രംഗത്തേക്ക് ഇറങ്ങുകയും പരസ്യ പ്രകടനവും ഫ്ലെക്സി യുദ്ധവും ഒക്കെ കണ്ടതാണ്. മാത്രമല്ല ഈ മുതിർന്ന നേതാക്കളുടെ, പ്രത്യേകിച്ച് KC വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ, രാഹുൽ ഗാന്ധിയുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ഇത്തരത്തിൽ VD സതീശിന് അനുകൂലമായ ചില കമന്റുകൾ വരികയും അത്തരം കാര്യങ്ങൾ ഉയരുകയും ചെയ്തു. എന്തായാലും അത്ര സുഖകരമായ സാഹചര്യമായിരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടിയായിരിക്കുമോ ഇപ്പോഴും നിർണായകമായ കൂടിക്കാഴ്ച ഡൽഹിയിൽ ഉള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മൾ രമേശ് ചെന്നിത്തല ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഹാപ്പിയാണ്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ അത്ര ഹാപ്പി ആയിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും എന്നൊരു പ്രതികരണമാണ് അവരിൽ നിന്ന് ലഭ്യമാകുന്നത്. KCക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത്. പക്ഷേ ആ പിന്തുണ, അല്ലെങ്കിൽ KC കേരളത്തിലേക്ക് ഇല്ലെങ്കിൽ ആ പിന്തുണ പോവുക രമേശ് ചെന്നിത്തലയിലേക്ക് ആകും എന്നുള്ളതാണ് ആ ക്യാമ്പിൻ്റെ ഒരു വിശ്വാസം. എന്തായാലും സതീശൻ ക്യാമ്പും ആത്മവിശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ പിന്തുണ അവർക്കുണ്ട്. ഇന്നിപ്പോൾ ഘടകകക്ഷികളോട് തലസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് പിന്തുണക്കത്ത് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. വിശാലമായൊരു യോഗമൊന്നുമല്ല, ഒരു കൂടിക്കാഴ്ചയും പിന്തുണക്കത്ത് ഉറപ്പാക്കുകയുമാണ്. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടേക്ക് എത്തുന്നില്ല. ആ നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം അവിടെ ഒരു യോഗം ചേരും. ആ യോഗത്തിന് ശേഷമാകും ഇവിടേക്ക് വരിക എന്ന് അറിയിച്ചത്. പക്ഷേ അക്കാര്യത്തിലും കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതായാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. അക്കാര്യത്തിലും മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു പിടിവാശി കാണിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് മുഖ്യമന്ത്രി എന്ന് നേരത്തെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. നിലവിൽ എന്തായാലും 3 ക്യാമ്പുകളും പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. പക്ഷേ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുമായി KC വേണുഗോപാലാണ് ആ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ എന്താകും തീരുമാനം? ഇപ്പോഴും ആ സസ്പെൻസ് തുടരുകയാണ്. നേരത്തെയൊക്കെ നമുക്ക് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഒരു വിവരം കിട്ടാൻ, അല്ലെങ്കിൽ ചില സൂചനകളും ചില വിവരങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന പോലും ഇതുവരെയും ഇല്ല എന്നുള്ളതാണ്. പുറത്തേക്ക് പോയിട്ടില്ല. രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവരൊരു തീരുമാനമെടുത്താൽ നമുക്ക് ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് നേരത്തെ അറിയാൻ സാധിക്കാറുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണല്ലോ, അങ്ങനെ വിവരം കിട്ടും. പക്ഷേ അങ്ങനെ ഒരു വിവരം കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം അവർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ? അതായത് ഈ 3 പേരിൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനടക്കം സാധിച്ചിട്ടില്ല. ഈ 3 പേർക്കും, പ്രധാനമായിട്ടും KC വേണുഗോപാലും VD സതീശനും, ഇവരിൽ ആരിലേക്ക് പോകണം, അതെങ്ങനെ പ്രഖ്യാപിക്കണം, പ്രഖ്യാപിച്ചാൽ എന്ത് കുഴപ്പങ്ങളുണ്ടാകും എന്ന ആശയക്കുഴപ്പം വലുതായിട്ട് ഇപ്പോഴും തുടരുക തന്നെയാണോ? തീർച്ചയായിട്ടും സനീഷ്, അങ്ങനെ തന്നെയാണ്. ആ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടം നമുക്ക് പറയാൻ സാധിക്കുക. അല്ലെങ്കിൽ നിർണായകമായ കൂടിക്കാഴ്ച ഡൽഹിയിൽ വേണ്ടതില്ല. കാരണം ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയറാം രമേശ് പറഞ്ഞൊരു കാര്യം, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനം തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ആ കത്ത് കൈമാറി ഇന്ന് രാവിലെ ഇവിടേക്ക് ദീപാദാസ് മുൻഷി എത്തി 1 മണിക്ക് കൃത്യമായി ആ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ നിയമസഭാ കക്ഷി യോഗത്തിൻ്റെ അതിൻ്റെ സമയം മാറ്റാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആലോചന മാത്രമല്ല, മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപദാസ് മുൻഷി എത്താതെ ആ യോഗം ചേരാൻ കഴിയില്ല. കാരണം അവരാണ് ഇത് പ്രമേയമായി ഈ പേര് അവതരിപ്പിക്കേണ്ടത്. എന്തായാലും അത് സനീഷ് പറഞ്ഞതുപോലെ ആ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ രമേശ് ചെന്നിത്തല ക്യാമ്പ് പറഞ്ഞൊരു കാര്യം, അതായത് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ കൃത്യമായി പറഞ്ഞാൽ 46 KC വേണുഗോപാൽ പക്ഷം പറയുന്ന ഒരു കണക്ക്. അത്രയും MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് KC പക്ഷം അവകാശപ്പെടുന്നു. അവർ KC ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ഘടകകക്ഷികളടക്കം ഒരു തീരുമാനം, അവർ എതിർപ്പുണ്ട്. അങ്ങനെ വരുന്നതിൽ എതിർപ്പ് നിൽക്കുമ്പോൾ കേരളത്തിലേക്ക് വരേണ്ടതില്ലെന്ന് KC തീരുമാനിച്ചാൽ ആ പിന്തുണ ആർക്ക് പോകും എന്നുള്ള സൂചനയാണ്. അതാണിപ്പോൾ രമേശ് ചെന്നിത്തല പക്ഷം. ഒരു സംശയം പിന്നില് അതിപ്പോ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഒന്നുകൂടെ തേടുന്നുണ്ട്. KC വേണുഗോപാൽ പിന്മാറി എന്ന ഖണ്ഡിതമായിട്ടുള്ള ഒരു വാർത്ത കൊടുത്താൽ അത് ശരിയായിരിക്കുമോ? അതായത് KC വേണുഗോപാൽ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹൈക്കമാൻഡ് വെട്ടിയിട്ടില്ല. പക്ഷേ പിന്മാറേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും BD സതീശൻ തടയും, രമേശ് ചെന്നിത്തലയ്ക്ക് ആ പിന്തുണ കൊടുക്കും എന്നതാണ് സാഹചര്യം അല്ലേ? അതായത് KC വേണുഗോപാൽ പിന്മാറി എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുകയില്ല അല്ലേ? അങ്ങനെ പിന്മാറി എന്ന് നമുക്ക് ഉറപ്പിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിൽ ഒരു തീരുമാനമായേക്കും. സനീഷ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ KC വേണുഗോപാൽ പിന്മാറിയാൽ ഞാൻ പിന്മാറുന്നു, കേരളത്തിലേക്കില്ല, ഈ സാഹചര്യത്തിൽ ഞാൻ കേരളത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഉറപ്പായി നമുക്ക് പറയാം ആ പിന്തുണ പോവുക രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. പൊതുവികാരമല്ല അവിടെ മാനദണ്ഡമാക്കുക, സീനിയോറിറ്റിയാണ് ഈ രമേശ് ചെന്നിത്തല തുടക്കം മുതൽ പറയുന്ന കാര്യം. KC പിന്മാറിയാൽ തീർച്ചയായിട്ടും MLA-മാരുടെ പിന്തുണ പോവുക അവിടേക്കായിരിക്കും. അതായത് രമേശ് ചെന്നിത്തല പക്ഷത്തേക്കായിരിക്കും. ആ സീനിയോറിറ്റി പരിഗണിക്കും, അപ്പോൾ MLA-മാരുടെ പിന്തുണ പരിഗണിക്കും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ എടുത്താൽ രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ പോകും. എന്തായാലും KC ഇതുവരെയും പിന്മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായിട്ട് പിന്മാറിയെന്ന് പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും അത് തീരുമാനിക്കുക. എന്തായാലും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇവിടേക്ക് വരാൻ, തലസ്ഥാനത്തേക്ക് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ആ സമയത്തേക്ക്, അതായത് ഈ നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയം മാറ്റിയാൽ ആ സമയത്തേക്ക് വിമാനമില്ലെങ്കിലും അതിൽ ആശങ്കയില്ല എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇവിടേക്ക് വരും. ഒരു കാര്യം കൂടി, അതായത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ KC വേണുഗോപാൽ ഇല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഒരു പൊതു ചർച്ചയായി വരുന്നത്. എന്തായാലും അതിൽ ഒരു തീരുമാനമായിട്ടില്ല. എങ്കിൽ കൂടിയും അദ്ദേഹം വരുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം ആയിരിക്കുമെന്നാണ് ഇവിടെയുള്ള ചില നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. മാത്രമല്ല ഈ 10 ദിവസമായി കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയെന്നൊരു ചോദ്യം നവമാധ്യമങ്ങളും പൊതുസമൂഹവും ചോദിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും, അതായത് ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന പല സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ മുഖ്യമന്ത്രിയായി അവിടെ ഭരണം ഏകദേശം കൃത്യമായി മുന്നോട്ടേക്ക് വരികയാണ്. കേരളത്തിൽ ഒരു ഭരണ പ്രതിസന്ധി, ഒരു അനിശ്ചിതത്വം പല മേഖലകളിലുമുണ്ട്. ഫയൽ നീക്കം നടക്കുന്നില്ല, അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കാറായി. അതൊക്കെ വലിയ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അതിവേഗം ഒരു തീരുമാനം എന്നത് നേരത്തെ സംസ്ഥാനത്തെ നേതാക്കൾ പറഞ്ഞിരുന്നു. ചില നേതാക്കൾ, അതായത് പേരെടുത്ത് പറഞ്ഞാൽ KM മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം, ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ആ ട്രെയിൻ എത്തിയിട്ടില്ല എന്ന് പരിഹാസ രൂപേണ വിമർശനമുണ്ടായിരുന്നു. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, ഇത് വൈകുന്നത് ഒരു പ്രതിച്ഛായയ്ക്ക് ചെറിയ മങ്ങൽ ഏറ്റിട്ടുണ്ട്, പാർട്ടിക്ക് മങ്ങലേറ്റു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഘടകകക്ഷികൾ ഇന്നിപ്പോൾ NK പ്രേമചന്ദ്രൻ അടക്കം അത് തുറന്നു പറഞ്ഞു. ഇന്നലെയും അദ്ദേഹം പറഞ്ഞു. ഷിബു ബേബി ജോൺ കുറച്ച് കടുത്ത ഭാഷയിലാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ അവർ അവരുടെ യോഗങ്ങളിലാണ് ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ കൂടെയുണ്ട്. അദ്ദേഹത്തേക്ക് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അതായത് അവിടെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണല്ലോ ശരത്ത്. ഇതിപ്പോൾ സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും വലിയ ഗൗരവതരമായുള്ള സാഹചര്യമാണ്, ഒരുപാട് വൈകി എന്നൊക്കെ അറിയുമ്പോഴും തീരുമാനം പക്ഷേ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ്. ഒരൊറ്റ പേരിലേക്ക് എത്തിയിട്ട് അത് താഴേക്ക് കൊടുത്ത് ആ കാര്യങ്ങളുടെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഒരു പേരിലെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണല്ലോ ഇപ്പോഴും സാഹചര്യം അല്ലേ? അപ്പോൾ KC വേണുഗോപാലിനോട് സ്വയം പിന്മാറാമോ എന്നോ മറ്റോ ആവശ്യപ്പെടാനായിരിക്കുമോ രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ KC തന്നെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്ന ആശയവിനിമയമായിരിക്കുമോ അവിടെ നടക്കുന്നുണ്ടാവുക? തനിഷ, ഇപ്പോൾ ഇത് 50 മിനിറ്റ് കഴിഞ്ഞു KC വേണുഗോപാലും രാഹുൽ ഗാന്ധി തമ്മിൽ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട്. അല്പസമയം മുമ്പ് KCയുടെ വാഹനം പുറത്തു നിന്ന് രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് കൂടിക്കാഴ്ച അവസാനിക്കാറായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, KC വേണുഗോപാൽ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല എന്നൊരു സൂചനയാണ് ഇപ്പോഴും വരുന്നത്. അതുതന്നെയാണ് ഇത്രയും ചർച്ച നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകുന്ന ചർച്ചയെ തുടർന്ന് എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്ന
എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 50 മിനിറ്റ് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? 50 മിനിറ്റ് ചർച്ച ചെയ്തിട്ട് പോലും ഈ കാര്യങ്ങൾ KC വേണുഗോപാലിനെ അല്ലെങ്കിൽ ധരിപ്പിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഹൈക്കമാൻഡ് പൂർണ്ണ രൂപത്തിൽ ഹൈക്കമാൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. രാവിലെ 7 മണിക്ക് പിന്നെ 7 മണിക്ക് കേരളത്തിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞ ദീപാദാസ് മുൻഷി തിരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് കേരളത്തിൽ എത്തുമ്പോൾ അത് രാത്രിയാവും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടതുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്നതിന് വിശദീകരിക്കാൻ അല്ലെങ്കിൽ 10-ാം നമ്പർ ജനപദോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റു മല്ലികാർജ്ജുന ഖാർഗെയോ അത്തരം ഒരു കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. വളരെ പ്രാധാന്യത്തോടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കൂടിക്കാഴ്ച, അതായത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച KC വേണുഗോപാൽ നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ്, സുനാദി ബാഗിലെ വസതിയിലാണ്, അല്ലാണ്ട് 10-ാം നമ്പർ ജനപദിലല്ല. അതായത് 10-ാം നമ്പർ ജനപദിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത്തരൊരു കൂടിക്കാഴ്ച ഒഴിവാക്കി രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കാണാനുള്ള കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം വന്നത്. അതുതന്നെയാണ് ഇപ്പോൾ 1 മണിക്കൂർ അടുക്കുന്നു കൂടിക്കാഴ്ച എന്ന് പറയേണ്ടി വരും. 50 മിനിറ്റ് കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനവും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുറത്തു വരാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരിക്കും? ഒന്ന്, KC വേണുഗോപാലിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ?